നിങ്ങൾ ഒരിക്കലെങ്കിലും സ്വപ്നത്തിൽ ഒരു ഭീകരമായ ഭാവി കണ്ടിട്ടുണ്ടോ? ലോകം തകരുന്നു, ഒരു അജ്ഞാത ശക്തി എല്ലാവരെയും നിയന്ത്രിക്കുന്നു, സത്യവും അസത്യവും തമ്മിലുള്ള അതിരുകൾ മങ്ങുന്നു. ബൈബിളിലെ വെളിപാട് പുസ്തകത്തിലും ദൈവശാസ്ത്രത്തിലും നമ്മുടെ പാരമ്പര്യ ക്രിസ്ത്യൻ വിശ്വാസത്തിലും ഇത്തരമൊരു ഭാവിയെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അതാണ് ആൻറ്റി ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ വരവിന് മുമ്പുള്ള ലോകത്തെ നശിപ്പിക്കാൻ വരുന്ന ഒരു ദുരന്തകരമായ സാന്നിധ്യം. മലയാളി സമൂഹത്തിൽ നമ്മൾ പലപ്പോഴും ക്രിസ്തുമസും പീറ്റർ പോൾ പെരുന്നാളുകളും ആഘോഷിക്കുമ്പോൾ അന്ത്യകാലത്തെക്കുറിച്ചുള്ള ചിന്തകൾ പലരെയും ഭയപ്പെടുത്തുന്നു. പക്ഷേ ഇത് വെറും ഭയമല്ല, ഇതൊരു മുന്നറിയിപ്പാണ്. ഈ വീഡിയോയിൽ ഞാൻ ആൻറ്റി ക്രൈസ്റ്റിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് വിശദമായി പറയുകയാണ്. ഈ ദുരാത്മാവിൻ്റെ സ്വഭാവം, അതിൻ്റെ വരവ്, ഭൂമിയിലെ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ച് ബൈബിൾ അടിസ്ഥാനമാക്കി വിശദീകരിക്കുന്നു. ഇന്നത്തെ ലോകത്ത് കോവിഡ് പോലുള്ള മഹാമാരികൾ, യുദ്ധങ്ങൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ എന്നിവ നമ്മെ അന്ത്യകാലത്തിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നില്ലേ? ഉദാഹരണമായി റഷ്യ ഉക്രൈൻ യുദ്ധം, അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങൾ, ഇവയെല്ലാം ബൈബിളിലെ പ്രവചനങ്ങളുമായി ചേർന്ന് നിൽക്കുന്നു. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ആത്മീയ ജാഗ്രത ലഭിക്കട്ടെ. ദൈവത്തിൻ്റെ സന്ദേശം മനസ്സിലാക്കി യേശുവിൻ്റെ വരവിന് തയ്യാറെടുക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്ന് ഞാൻ കരുതുന്നു. വെൽക്കം ബാക്ക്. ആൻറ്റി ക്രൈസ്റ്റ് എന്നത് ഒരു വ്യക്തിയല്ല, മറിച്ചൊരു ദുരാത്മാവിൻ്റെ പ്രത്യേക സാന്നിധ്യമാണ്. ബൈബിളിലെ യോഹന്നാൻ പ്രഥമത്തെ ലേഖനത്തിൽ പറയുന്നു, മക്കളെ, അന്ത്യകാലമായിരിക്കുന്നു, നിങ്ങൾക്ക് കേൾക്കേണ്ടതുപോലെ പല ആൻറ്റി ക്രൈസ്റ്റുകളും വന്നിരിക്കുന്നു എന്ന് കേട്ടിരിക്കുന്നു. അതിനാൽ അവർ ഇന്ന് നിന്നു പോയിരിക്കുന്നു. ഇവിടെ ആൻറ്റി ക്രൈസ്റ്റ് എന്നത് ഒരു വ്യക്തിയല്ല, മറിച്ചൊരു ആത്മാവാണ്, ക്രിസ്തുവിനെ എതിർക്കുന്ന ദുരാത്മാവ്. ഈ ദുരാത്മാവ് പലരിലൂടെയും പ്രവർത്തിക്കുന്നു, പക്ഷെ അന്ത്യകാലത്ത് ഒരു പ്രധാന വ്യക്തിയിലൂടെ പൂർണ്ണമായി പ്രകടമാകുന്നു. ആദ്യമായി ഈ ദുരാത്മാവിൻ്റെ ആരംഭത്തെക്കുറിച്ച് ചിന്തിക്കാം. ബൈബിളിലെ എഫെസ്യർ 6-ാം അധ്യായത്തിൽ 12-ാം വാക്യത്തിൽ പറയുന്നു, നമ്മുടെ പോരാട്ടം രക്തമാംസമുള്ളവരോടല്ല, മറിച്ച് അന്ധകാര ലോകത്തെ ഭരണാധികാരികളോടും അതിരുകളിലെ അധികാരികളോടും ഈ ഇരുട്ട് ലോകത്തെ ആത്മീയ ദുരന്തങ്ങളോടുമാണ്. ആൻറ്റിക്രൈസ്റ്റിൻ്റെ ദുരാത്മാവ് സാത്താൻ്റെ പ്രധാന ആയുധമാണ്. സാത്താൻ ദൈവത്തിൻ്റെ എതിരാളിയായി ഏദനിലെ പാമ്പിൻ്റെ രൂപത്തിൽ ആരംഭിച്ച ഈ ദുരാത്മാവിനെ നയിക്കുന്നു. ഈ ആത്മാവ് മനുഷ്യരുടെ ഹൃദയങ്ങളിൽ പ്രവേശിച്ച് അവരെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു. ഉദാഹരണമായി പഴയ നിയമത്തിലെ നെബൂഖദ്നേസർ രാജാവ് ദൈവത്തെ അവഗണിച്ച് സ്വയം ദൈവമായി പ്രഖ്യാപിച്ചു. ഇത് ആൻറ്റിക്രൈസ്റ്റ് ആത്മാവിൻ്റെ ഒരു ചെറിയ പ്രകടനമാണ്. ഈ ദുരാത്മാവിൻ്റെ സ്വഭാവം വഞ്ചനയാണ്. അത് സത്യത്തെ അസത്യമായി ചിത്രീകരിക്കുന്നു. തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിൽ 9 മുതൽ 10-ാം വാക്യത്തിൽ പറയുന്നു, അവൻ്റെ വരവ് സാത്താൻ്റെ പ്രവർത്തനത്തോടെ വലിയ ശക്തികളോടും അത്ഭുതങ്ങളോടും അഴിമതിപൂർണമായ അടയാളങ്ങളോടും കൂടിയായിരിക്കും. ഈ വഞ്ചന ലോകത്തെ മുഴുവൻ ഹൃദയത്തെയും സ്പർശിക്കുന്നു. യേശു തന്നെ മത്തായി 24-ാം അധ്യായത്തിൽ 24-ാം വാക്യത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു, തെറ്റായ ക്രിസ്തുക്കളും തെറ്റായ പ്രവാചകന്മാരും ഉയർത്തുവരും. അവർ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും ചെയ്ത് ഇച്ഛയുള്ളവരെ തെറ്റാളുകയും ചെയ്യും. മലയാളി സമൂഹത്തിൽ നമ്മൾ കാണുന്നത് പല സ്പിരിച്വൽ ഗുരുക്കന്മാരാണ്. അവർ അത്ഭുതങ്ങൾ ചെയ്ത് ആളുകളെ വഞ്ചിക്കുന്നു. ഉദാഹരണമായി കേരളത്തിലെ ചില മന്ത്രവാദികൾ അല്ലെങ്കിൽ ഹീലിംഗ് സെമിനാറുകൾ ബൈബിൾ അടിസ്ഥാനമാക്കാത്തതാണ്. ഇത് ആൻറ്റിക്രൈസ്റ്റ് ആത്മാവിൻ്റെ പ്രവർത്തനമാണ്, കാരണം അത് ദൈവത്തിൻ്റെ സത്യത്തെ അവഗണിക്കുന്നു. ഇനി ഈ ദുരാത്മാവിൻ്റെ പ്രവൃത്തികളെ വിശദമാക്കാം. ഈ ശക്തി അഹങ്കാരത്തിൻ്റെ ആത്മാവാണ്. ദാനിയേൽ 7-ാം അധ്യായത്തിൽ 25-ൽ പറയുന്നു, അവൻ ഏറ്റവും ഉന്നതനായവനെ എതിർത്ത് ഏറ്റവും ഉന്നതൻ്റെ നിയമങ്ങളെ മാറ്റിമറിക്കും. ആൻറ്റിക്രൈസ്റ്റ് ആത്മാവ് മനുഷ്യരെ സ്വയം ദൈവമായി കാണാൻ പ്രേരിപ്പിക്കുന്നു. ചരിത്രത്തിൽ ഹിറ്റ്ലറെ പോലുള്ളവർ. ഹിറ്റ്ലർ തൻ്റെ ജർമ്മൻ ജനതയെ സൂപ്പർമാനായി ചിത്രീകരിച്ചു, യഹൂദരെ നശിപ്പിച്ചു. ഇത് ആൻറ്റിക്രൈസ്റ്റ് ആത്മാവിൻ്റെ ഉദാഹരണമാണ്. മലയാളത്തിൽ നമ്മുടെ സമൂഹത്തിൽ സിനിമകളും സോഷ്യൽ മീഡിയയും സെൽഫ് ഗോഡ് സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഉദാഹരണമായി സെൽഫ് ഹെൽപ്പ് ബുക്കുകളും പലതും ദൈവത്തെ അവഗണിച്ച് സ്വയം പൂജിക്കാൻ പഠിപ്പിക്കുന്നു. ഈ ആത്മാവ് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, മറ്റുള്ളവരെ വഞ്ചിച്ച്. ഈ ദുരാത്മാവിൻ്റെ ഒരു പ്രധാന ലക്ഷണം അതിൻ്റെ ബഹുവചന സ്വഭാവമാണ്. യോഹന്നാൻ 4-ാം അധ്യായത്തിൽ 3-ൽ പറയുന്നു, ഈ ആത്മാവ് ആൻറ്റിക്രൈസ്റ്റിൻ്റെ ആത്മാവാണ്. അതായത് യേശുക്രിസ്തു മാംസമായി വന്നിട്ടില്ല എന്ന് അവൻ അഭിമാനിക്കുന്നു. ഇന്ന് പലരും യേശുവിൻ്റെ ദൈവത്വത്തെ നിഷേധിക്കുന്നു. ശാസ്ത്രവാദികൾ, എത്തിസ്റ്റുകൾ എന്നിവരിലൂടെ ഈ ആത്മാവ് പ്രവർത്തിക്കുന്നു. കേരളത്തിൽ യുവാക്കൾക്കിടയിൽ റിലിജിയൻ ഈസ് ഒപ്പിയം എന്ന സന്ദേശം പ്രചരിക്കുന്നത് ഇതിൻ്റെ ഉദാഹരണമാണ്. 2020-ലെ കോവിഡ് കാലത്ത് പലരും ദൈവത്തെ മറന്ന് സയൻസിനെ മാത്രം ആശ്രയിച്ചു. പക്ഷേ അത് പലരെയും നിരാശപ്പെടുത്തി. ഈ ആത്മാവ് അതിൻ്റെ വലിയ അത്ഭുതങ്ങളിലൂടെ, അഥവാ ഫാൽസ് മിറാക്കിൾസിലൂടെ ആളുകളെ ആകർഷിക്കുന്നു. ഇനി ഈ ദുരാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ച് പറയാം. ഇത് രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക മേഖലകളിൽ പ്രവേശിക്കുന്നു. വെളിപാട് 13-ാം അധ്യായത്തിൽ 7-ൽ പറയുന്നു, അവൻ എല്ലാ ഗോത്രങ്ങളെയും ജനങ്ങളെയും ഭാഷകളെയും ജാതികളെയും അധികരിക്കാൻ അനുവാദം നൽകപ്പെട്ടു. ചരിത്രപരമായി നെബൂഖദ്നേസർ, അലക്സാണ്ടർ ദി ഗ്രേറ്റ് പോലുള്ളവർ ഈ ആത്മാവിൻ്റെ സ്വാധീനത്തിലായിരുന്നു.
ആധുനിക കാലത്ത് യൂറോപ്യൻ യൂണിയൻ പോലുള്ള സംഘടനകൾ ഒരു ഗ്ലോബൽ ഗവൺമെൻറ് ആകാൻ ശ്രമിക്കുന്നത് ആൻറ്റിക്രൈസ്റ്റ് ആത്മാവിൻ്റെ പ്രവർത്തനമായി ചില ദൈവശാസ്ത്രജ്ഞർ കാണുന്നു. മലയാളി സമൂഹത്തിൽ കേരളത്തിൻ്റെ സെക്യുലർ രാഷ്ട്രീയം പലപ്പോഴും ക്രിസ്തുമതത്തെ അവഗണിക്കുന്നു. ഇത് ഈ ആത്മാവിൻ്റെ സൂചനയാണ്. ഈ ദുരാത്മാവിനെ തിരിച്ചറിയാനുള്ള മാർഗം പ്രാർത്ഥനയും ബൈബിൾ പഠനവുമാണ്. യോഹന്നാൻ 4:1 പറയുന്നു, പ്രിയരെ, എല്ലാ ആത്മാവുകളെയും വിശ്വസിക്കരുത്, മറിച്ച് ആത്മാവുകൾ ദൈവത്തിൽ നിന്നാണോ എന്ന് പരീക്ഷിക്കുക. ഉദാഹരണമായി 2019 ലോകാരോഗ്യ സംഘടനയുടെ വാക്സിൻ പ്രചാരണം ചിലർ ഇതിനെ മാർക്ക് ഓഫ് ദി ബീസ്റ്റ് എന്ന് വ്യാഖ്യാനിച്ചു. കാരണം അതൊരു സിസ്റ്റം വഴി നിയന്ത്രണം ചെലുത്തി. പക്ഷേ യഥാർത്ഥത്തിൽ ഈ ആത്മാവ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അഹങ്കാരം, അസൂയ, വഞ്ചന എന്നിവയിലൂടെ പ്രവർത്തിക്കുന്നു. ചുരുക്കത്തിൽ ആൻറ്റിക്രൈസ്റ്റിൻ്റെ ദുരാത്മാവ് ഒരു അദൃശ്യ ശക്തിയാണ്. അത് ലോകത്തെ ക്രിസ്തുവിനെ എതിർക്കാൻ നയിക്കുന്നു. നമ്മുടെ സമൂഹത്തിൽ യുവാക്കളുടെ മയക്കുമരുന്ന് അഡിക്ഷൻ, ലൈംഗികതയുടെ അധികാരം എന്നിവ ഇതിൻ്റെ പ്രതിഫലനമാണ്. ഈ ആത്മാവിനെ തോൽപ്പിക്കാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുക. ആൻറ്റിക്രൈസ്റ്റിൻ്റെ വരവ് അന്ത്യകാലത്തെ ഏറ്റവും ഭീകരമായ സംഭവമാണ്. ബൈബിളിലെ തെസ്സലോനിക്കർ 2:3-4 വരെ പറയുന്നു, അന്യായതയുടെ മനുഷ്യൻ വെളിപ്പെടുന്നതുവരെ ആരും നിങ്ങൾ അലക്കരുത്. അവൻ ദൈവാലയത്തിലിരുന്ന് സ്വയം ദൈവമായി പ്രഖ്യാപിക്കും. ഈ വരവ് പതുക്കെയാണ്. ആദ്യം ഒരു ശാന്തിപ്രിയ നേതാവായി, പിന്നീട് ക്രൂരനായി. ആൻറ്റിക്രൈസ്റ്റിൻ്റെ വരവിൻ്റെ സമയം അന്ത്യകാലത്താണ്, അതായത് ഗ്രേറ്റ് ട്രിബുലേഷൻ കാലത്ത്. വെളിപാട് 13-1 വിവരിക്കുന്നു, ഞാൻ കടലിൽ നിന്ന് ഒരു മൃഗത്തെ കണ്ടു. അതിന് 10 കൊമ്പുകളും 7 തലകളും ഉണ്ടായിരുന്നു. ഇതൊരു രാഷ്ട്രീയ നേതാവായി വരുന്നതിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ ലോകത്തെ ഒന്നിപ്പിക്കുന്നു. ചരിത്രപരമായി റോമൻ ചക്രവർത്തി നെരോ പോലുള്ളവർ ഈ പ്രവചനത്തിൻ്റെ ടൈപ്പായിരുന്നു. മലയാളി സമൂഹത്തിൽ നമ്മൾ കാണുന്നത് ഗ്ലോബലൈസേഷനാണ്. UN പോലുള്ള സംഘടനകൾ ലോകശാന്തി സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ബൈബിൾ അനുസരിച്ച് ആൻറ്റിക്രൈസ്റ്റ് ഒരു കരാറിലൂടെ ഇസ്രായേലുമായി സമാധാനം ചെയ്യും. പിന്നെ അത് സമാധാനത്തിന് പേര് കേട്ടതായിരിക്കും. 2023 ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇതിൻ്റെ മുന്നോടിയായിരിക്കും. അന്ത്യക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? യുദ്ധങ്ങൾ, കൊടുങ്കാറ്റുകൾ, മഹാമാരികൾ, കോവിഡ് പോലുള്ളത് ഇതിൻ്റെ ഭാഗമായി കാണാം. ആൻറ്റിക്രൈസ്റ്റ് ചാരിസ്മാറ്റിക് ആയിരിക്കും, ലോകത്തെ ആകർഷിക്കും. ഉദാഹരണമായി ചില ആധുനിക നേതാക്കളെ പോലെ. ഒബാമയെ ചിലർ ആൻറ്റിക്രൈസ്റ്റ് എന്ന് വിശേഷിപ്പിച്ചിരുന്നു. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെയല്ല. ഇത് ശരിക്കും അന്ത്യകാലത്ത് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ഈ വരവിനെ തയ്യാറെടുക്കാൻ വിശ്വാസികൾ ജാഗ്രത പാലിക്കണം. മർക്കോസ് 13:35 യേശു പറയുന്നു, നിങ്ങൾ ഉണരുക, മലയാളികളായ നമ്മൾ ദൈവശാസ്ത്ര പഠനം വർദ്ധിപ്പിക്കണം. ആൻറ്റിക്രൈസ്റ്റ് ഭൂമിയിൽ വരുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ലോകത്തെ പൂർണ്ണമായി മാറ്റിമറിക്കും. വെളിപാട് 13:5 പറയുന്നു, അതിന് മുഖം തുറന്ന് വലിയ കാര്യങ്ങൾ സംസാരിക്കാൻ അനുവാദം നൽകപ്പെട്ടു. അത് 42 മാസക്കാലം അധികരിക്കും. അതിൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ രാഷ്ട്രീയ, സാമ്പത്തിക, ആത്മീയ മേഖലകളിലാണ്. ആദ്യമായി രാഷ്ട്രീയ പ്രവർത്തനം. ആൻറ്റിക്രൈസ്റ്റ് ഒരു ലോക നേതാവായി ഉയരും. എല്ലാ രാജ്യങ്ങളെയും ഒന്നിപ്പിക്കും. ഇത് വെളിപാട് 17:12-13 വരെയുള്ള വാക്യത്തിൽ വ്യക്തമാണ്. അത് ന്യൂ വേൾഡ് ഓർഡർ സൃഷ്ടിക്കും. ഉദാഹരണമായി യൂറോപ്യൻ യൂണിയൻ അതിൻ്റെ 10 രാജ്യങ്ങൾ ദാനിയേൽ 7 പറഞ്ഞതുപോലെ 10 കൊമ്പുകളായി ചിലർ കാണുന്നു. മലയാളി സമൂഹത്തിൽ ഗ്ലോബൽ വാർമിംഗ്, യുദ്ധങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇതിൻ്റെ മുന്നോടിയാണ്. 2022 റഷ്യൻ യുദ്ധം ലോകത്തെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഉദാഹരണമാണ്. രണ്ടാമത് സാമ്പത്തിക നിയന്ത്രണം. വെളിപാട് 13:16-17 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, അതെല്ലാവരെയും ചെറുതോ മഹതോ ആകട്ടെ, അതിൻ്റെ അടയാളം സ്വീകരിക്കാൻ പ്രേരിപ്പിക്കും. അല്ലാത്തവർ വാങ്ങാനോ വിറ്റുമാറ്റാനോ കഴിയില്ല. ഇത് മാർക്ക് ഓഫ് ദി ബീസ്റ്റ് അഥവാ 666 എന്ന സംഖ്യയാണ്. ആധുനിക ലോകത്ത് ഡിജിറ്റൽ കറൻസി, ചിപ്പുകൾ എന്നിവ ഇതിൻ്റെ സാധ്യതയാണ്. ഉദാഹരണമായി സ്വീഡനിലെ മൈക്രോ ചിപ്പ് വാനുകൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആധാർ സിസ്റ്റം, ഇവ സാമ്പത്തിക നിയന്ത്രണത്തിന് ഉപയോഗിക്കാം. കേരളത്തിൽ ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ വർദ്ധിച്ചത് ഇതിൻ്റെ ഭാഗമായി കാണാം. കോവിഡ് കാലത്ത് വാക്സിൻ പാസ് പോലുള്ളവ സമാനമായ നിയന്ത്രണം കാണിച്ചിരുന്നു. മൂന്നാമത് ആത്മീയ പ്രവർത്തനം. ആൻറ്റിക്രൈസ്റ്റ് സ്വയം ദൈവമായി പ്രഖ്യാപിക്കും. തെസ്സലോനിക്കർ 2 വാക്യത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ക്രിസ്തുമതത്തെ നശിപ്പിക്കും, പുതിയ മതം സൃഷ്ടിക്കും. ഉദാഹരണമായി ചരിത്രത്തിലെ ഇൻക്വിസിഷൻ അല്ലെങ്കിൽ നാസി ജർമ്മനിയിലെ ക്രിസ്ത്യൻ പീഡനം. ഇന്ന് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ് പോലെയുള്ള സംഘടനകൾ ഏകമതത്തിലേക്ക് നയിക്കുന്നു. മലയാളത്തിൽ ഇന്റർഫെയ്ത്ത് ഡയലോഗ് ചർച്ചകൾ നല്ലതാണെങ്കിലും അത് ക്രിസ്തു കേന്ദ്രീകരിച്ചുള്ളത് അല്ലാത്തതായാൽ ആൻറ്റിക്രൈസ്റ്റിൻ്റെ പ്രവർത്തനമാക്കാം. അതിൻ്റെ പ്രവർത്തനങ്ങൾ ക്രൂരമായിരിക്കും. വെളിപാട് 13:7 പറയുന്നു, അവന് പരിശുദ്ധരെ യുദ്ധം ചെയ്യാൻ അനുവാദം നൽകപ്പെട്ടു. അത് വിശ്വാസികളെ പീഡിപ്പിക്കും. ചരിത്ര ഉദാഹരണമായി ചൈനയിലെ ക്രിസ്ത്യൻ പീഡനം അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ ISIS. കേരളത്തിൽ ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ക്രിസ്ത്യന്മാർക്കെതിരായ അധിക്ഷേപങ്ങൾ വർദ്ധിക്കുന്നു. ആൻറ്റിക്രൈസ്റ്റ് അത്ഭുതങ്ങൾ ചെയ്യും. ഉദാഹരണമായി ഹോളോഗ്രാം സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ദൈവികത കാണിക്കും. സാംസ്കാരികമായി അത് വൺ വേൾഡ് സംസ്കാരം പ്രോത്സാഹിപ്പിക്കും. പരിസ്ഥിതി, ലിംഗതുല്യത എന്നിവയിലൂടെ
പക്ഷേ ഇത് ദൈവത്തെ അവഗണിക്കും. 2023 കാലിഫോർണിയ ലോകരൂപണം പോലുള്ള സമ്മേളനങ്ങൾ ഇതിൻ്റെ സൂചനയാണ്. മലയാളി യുവാക്കൾക്കിടയിൽ ഹോളിവുഡ് സിനിമകൾ ന്യൂ ഏജ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾ 3.5 വർഷം നീണ്ടു നിൽക്കും. അതിനുശേഷം യേശു ക്രിസ്തു തിരിച്ചു വരും. ഉദാഹരണമായി റോമൻ സാമ്രാട്ടിൻ ഡൊമിഷ്യൻ പോലെ ആൻറ്റിക്രിസ്റ്റ് പീഡനം നടത്തും. ഇന്ന് ഡ്രോൺ യുദ്ധങ്ങൾ, AI എന്നിവ അതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു. വിശ്വാസികൾ ഈ കാലത്ത് ധൈര്യം പാലിക്കുക. വെളിപാട് 14-ാം അധ്യായത്തിൽ 12 പറയുന്നു, പരിശുദ്ധരുടെ ക്ഷമയും വിശ്വാസവും ഇതാ. മലയാളികളായ നമ്മൾ ഫാമിലി പ്രയറുകൾ വർദ്ധിപ്പിക്കണം. പ്രിയ പ്രേക്ഷകരെ, ആൻറ്റിക്രിസ്റ്റിൻ്റെ ദുരാത്മാവ്, വരവ്, ഭൂമിയിലെ പ്രവർത്തനങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഈ ചർച്ച ഒരു മുന്നറിയിപ്പാണ്. ബൈബിളിൻ്റെ സന്ദേശം വ്യക്തമാണ്. നിങ്ങൾ ഉണരുക, നിങ്ങളുടെ വിശ്വാസത്തിൽ സ്ഥിരപ്പെടുക. യേശുക്രിസ്തു തിരിച്ചു വരുമ്പോൾ ആൻറ്റിക്രിസ്റ്റിനെ നശിപ്പിക്കും. ഇത് 100% ഉറപ്പാണ്. ചരിത്രപരമായ ഉദാഹരണങ്ങൾ പോലെ ഹിറ്റ്ലറുടെ ഭരണകാലത്ത് യഹൂദർ അനുഭവിച്ച പീഡനം, അല്ലെങ്കിൽ ഇന്നത്തെ യുക്രൈൻ യുദ്ധത്തിലെ നിരപരാധികളുടെ കഷ്ടപ്പാട്, ആൻറ്റിക്രിസ്റ്റിൻ്റെ കാലം സമാനമായിരിക്കും. മലയാളി സമൂഹത്തിൽ കോവിഡ് കാലത്ത് നമ്മൾ കണ്ട നിയന്ത്രണ സിസ്റ്റങ്ങൾ ഒരു മുന്നറിയിപ്പാണ്. പക്ഷേ പ്രത്യാശയുണ്ട്. യോഹന്നാൻ 16-ാം അധ്യായത്തിൽ 33-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ വിജയിച്ചു. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കുക. ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, സഭയിൽ സജീവമാകുക. അന്ത്യകാലം ഒരു ഭയമല്ല, ഒരു അവസരമാണ് ദൈവത്തോട് അടുക്കാൻ. യേശുവിനെ സ്വീകരിക്കുക, നിങ്ങൾ രക്ഷപ്പെടും. ദൈവം നിങ്ങളെ